ആ ആ മതി മതി മതി. ആ എല്ലാരും എഴുന്നേക്ക്, മതി ഉറങ്ങിയത്. പിള്ളേര് കുറച്ചു നേരം കൂടി ഉറങ്ങട്ടെ പൂവേട്ടാ. പിള്ളേർ ഉറങ്ങിക്കോട്ടെ, പക്ഷേ നിങ്ങൾ വേഗം എഴുന്നേറ്റോ. നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റുമായി മുതലാളി ഇപ്പോ വരും. മക്കളെ, പൂവേട്ടൻ പറയുന്നത് കേക്ക്. എല്ലാവരും വേഗം എഴുന്നേറ്റോ. നീ എന്താടാ കാപ്പിരി, ഉറക്കപ്പിച്ച് പറയുകയാണോ? ആദ്യം നീ എഴുന്നേക്ക്. എന്തായാലും കുറച്ചു നേരം കൂടി എനിക്കുറങ്ങണം. എല്ലാ ദിവസവും അങ്ങ് കൂവുന്നത് കേട്ടാണ് ഞാൻ ഉറക്കം ഉണർന്നിരുന്നത്. പക്ഷെ ഇന്ന് മാത്രം അങ്ങ് കൂവിയില്ല. അതുകൊണ്ട് എനിക്ക് നേരത്തെ എഴുന്നേക്കാനും സാധിച്ചില്ല. സമയക്രമം തെറ്റിയാൽ ഇങ്ങനെയാ, നേരം വെളുത്താലും ഉണരാൻ തോന്നില്ല. അല്ലെങ്കിലും ഇന്ന് പുലർച്ചയ്ക്ക് അങ്ങ് കൂവിയില്ലല്ലോ, എന്തു പറ്റി? കൂവി കൂവി ബോറടിച്ചോ, അതോ മനഃപൂർവ്വം കൂവാത്തതാണോ? ആ അതെ, പുലർച്ചയ്ക്ക് കൂവാൻ വേണ്ടി ഞാൻ നേരത്തെ എഴുന്നേറ്റതാ. അതിനിടയിലാണ് ആ നായ ഓരിയിടാൻ തുടങ്ങിയത്. അവനൊന്ന് നിർത്തിയിട്ട് വേണമല്ലോ എനിക്കൊന്ന് കൂവാൻ. അവസാനം അവൻ ഓരിയിടൽ നിർത്തിയതുമില്ല, എനിക്കൊട്ട് കൂവാൻ പറ്റിയതുമില്ല. പക്ഷെ ഞങ്ങളാരും ആ നായയുടെ വിളി കേട്ടില്ലല്ലോ. ആ ഞാൻ കേട്ടു, ആ നായയുടെ നിർത്താതെയുള്ള ഓരിയിടൽ. എന്തായാലും വെറുതെ നായ അങ്ങനെ വിളിക്കില്ല, എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും. അയ്യോ, നമ്മളെ പിടിച്ചോണ്ട് പോവാൻ വല്ല കള്ളന്മാരും വന്നതാണോ? അയ്യോ, കള്ളന്മാരോ? എവിടെ എവിടെ? അയ്യോ, എന്താണാവോ കോഴികളൊക്കെ എന്താ ഇങ്ങനെ ഒച്ച വെക്കുന്നത്? വല്ലതും കണ്ട് പേടിച്ചു. അല്ല, രാവിലെ തീറ്റ കിട്ടാൻ വൈകിയത് കൊണ്ടാവാം. ഒച്ച വെക്കണ്ട, ഒച്ച വെക്കണ്ട. തിന്നാനുള്ളത് ദേ കൊണ്ടുവന്നിരിക്കുന്നു. ഓ ആ കഴിച്ചോ, വയറു നിറച്ച് കഴിച്ചോ. മുതലാളി ആയാലും തൊഴിലാളി ആയാലും വേഗം പൊയ്ക്കോളൂ. എന്തായാലും ഇന്ന് ഞാൻ ഈ പാമിനകത്ത് കയറും. അയ്യടാ, ഒരുപാട് കോഴികൾ. തീറ്റക്കൊതി കൊണ്ട് എടുത്തുചാട്ടം കാണിച്ച് കോഴികളെ പിടിക്കാൻ നോക്കിയ ഇവറ്റകൾ ബഹളം വച്ച് ആ മുതലാളിയെ വരുത്തും. മുതലാളിയുടെ കണ്ണിപ്പെട്ട പിന്നെ എന്റെ കാര്യം കട്ടപ്പോക. എന്നാൽ ബുദ്ധിപരമായി നീങ്ങിയാൽ ആരും അറിയാതെ ഇവറ്റകളെ മുഴുവൻ ഒന്നൊന്നായി ചാപ്പിടാം. ഓക്കെ, അതിനും വഴിയുണ്ട്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളി അല്ലേ കൂട്ടരെ? അല്ലെങ്കിലും നല്ല അടിപൊളി തീറ്റയല്ലേ മുതലാളി എന്നും നമുക്ക് തരുന്നത്. ആണല്ലോ. എന്നാലേ മുട്ടയിടാനുള്ള ഓരോരുത്തരും മുട്ടയിടാൻ തുടങ്ങിക്കോ. അതെ, മുട്ടയിട്ട് മുതലാളിയെ ഞെട്ടിക്കണം. ആ മരുന്തേ 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 ലാടമരുന്തേ കോഴിമരുന്തേ നാട്ടുമരുന്തേ നീട്ടുമരുന്തേ പച്ചമരുന്തേ മരുന്തേ നല്ല മരുന്തേ. മരുന്ന് വേണോ? മരുന്ന്. ആ ലാടവൈദ്യനോട് നമുക്ക് ഇത്തിരി മരുന്ന് വാങ്ങിയാലോ? ഒന്ന് മിണ്ടാതിരിടാ കാപ്പിരി. ആ വൈദ്യൻ ആളൊരു തരികടയാണെന്ന് കണ്ടാ തന്നെ അറിയില്ലേ? ആ കോഴി എണ്ണാച്ചിമാരെ 2 കുപ്പി ലാടമരുന്നെടുക്കട്ടെ. കോഴിപ്പേൻ, കോഴിവസന്ത, കോഴികുറുകൽ, ഇങ്ങനെ കോഴികൾക്കുണ്ടാകുന്ന എല്ലാവിധ രോഗങ്ങൾക്കും ഈ ലാടമരുന്ന് അത്യുത്തമം. ആ അത് കൊള്ളാമല്ലോ ആശാനെ. പൂവൻകോഴികൾക്ക് കൂവാനുള്ള വല്ല മരുന്നും ഉണ്ടോ? പിന്നെ പിടക്കോഴിയെ കൊണ്ടുവരെ കൂവിക്കുന്ന നല്ല പച്ചമരുന്ന് എന്റെ അടുത്തുണ്ട്. പച്ചമരുന്നല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? പിന്നെ ആ പച്ചമരുന്ന് അല്ലാതെ മഞ്ഞമരുന്ന്, നീലമരുന്ന്, ചുവപ്പ് മരുന്ന്, ഇങ്ങനെ പലതരത്തിലുള്ള മരുന്നുകളും കയ്യിലുണ്ട്. നീലക്കൊടുവേലി കലക്കിയ നീലമരുന്നെടുക്കട്ടുവാ. പിടക്കോഴികൾക്ക് മുട്ടയിടാനുള്ള മരുന്നുണ്ടോ? പിടക്കോഴികളാണല്ലോ മുട്ട ഇടുന്നത്, അവർക്കെന്തിനാണ് മുട്ടയിടാൻ മരുന്ന്? എന്നാൽ പൂവൻ കോഴികൾക്ക് മുട്ടയിടാനുള്ള മരുന്ന് എൻ്റെ അടുത്തുണ്ട്. ഞാൻ നൽകുന്ന മരുന്ന് 4 കുപ്പി കുടിച്ചാൽ ഒരു പൂവൻ കോഴി ദിവസവും 4 മുട്ട വീതമിടും. ആ മരുന്ന് എടുക്കട്ടുമാ? ഞങ്ങൾക്ക് എന്തായാലും മരുന്നൊന്നും വേണ്ട. അയ്യോ, അങ്ങനെ പറയരുത്. ഒരു സഹായമായിട്ടെങ്കിലും നിങ്ങൾ 2 കുപ്പി വാങ്ങണം. ഈ മരുന്ന് കച്ചവടം കൊണ്ടാണ് എൻ്റെ കുടുംബം കഴിയുന്നത്. സഹായിക്കണം പ്ലീസ്. ഇവൻ വേഷം മാറി വന്നിരിക്കുന്ന കള്ളക്കുറുക്കനാണ്. ഈ ചതിയനെ നമുക്ക് വെറുതെ വിട്ടുകൂടാം. വഴിയുണ്ട്.
ലാടഗുരുവേ, എന്തായാലും താങ്കളുടെ മരുന്ന് ഞങ്ങൾക്ക് വേണ്ട. പക്ഷേ ഇവിടെ ഒരാൾക്ക് താങ്കളുടെ മരുന്ന് വേണം. ആർക്കാണ് വേണ്ടത് പറയൂ. നിങ്ങളെപ്പോലെ വല്ല കോഴികൾക്കുമാണെങ്കിൽ ഞാൻ ഡിസ്കൗണ്ട് ഒക്കെ തരാം കേട്ടോ. അയ്യോ, അത് ഞങ്ങളെക്കാളൊക്കെ വലിയ ഒരാൾക്ക് വേണ്ടിയാണ്. ഓ, കോഴികളെക്കാൾ വലുതോ? ഓ, ചിലപ്പോ വല്ല വാത്തയോ യമുവോ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്റെ കാര്യം കുശാൽ. എന്തായാലും ഇന്നലെ രാത്രി ആ നായയുടെ കുരകേട്ട് ഉറങ്ങാതിരുന്നത് കൊണ്ട് ഒരു ഗുണമുണ്ടായി. ആർക്കാണ് മരുന്ന് വേണ്ടതെന്ന് പറഞ്ഞില്ല. മരുന്ന് വേണ്ടത് ആ കൂട്ടിക്കിടക്കുന്ന ഞങ്ങളുടെ ഒരു ചങ്ങാതിക്കാണ്. മുതലാളി രാവിലെ ആ കൂടിന്റെ വാതിൽ തുറന്നിട്ടിട്ടുണ്ട്. അകത്ത് കയറി ചെന്ന് മരുന്ന് കൊടുത്തോളൂ. ഓക്കെ, താങ്ക് യു. കൂടിന് പുറത്ത് നീണ്ടു വളഞ്ഞ കറുത്ത വാൽ. ഇത് കരിങ്കോഴിയുടെ വാൽ തന്നെ. ആഹാ, കരിങ്കോഴിയുടെ ഇറച്ചി സൂപ്പർ. ഓ, ഞാൻ ഒരു ഭാഗ്യവാൻ തന്നെ. അയ്യോ, നീയൊക്കെ എന്റെ കൂട്ടിക്കേറി കളിക്കാരായോടാ. ഇന്നലെ രാത്രി ഈ പരിസരത്ത് നീ പതുങ്ങി പതുങ്ങി വന്നപ്പോ തന്നെ നിന്നെ ഞാൻ നോട്ടമിട്ടതാണ്. അയ്യോ 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 അയ്യോ, എന്നെ കടിച്ചു കൊല്ലല്ലേ, ഞാൻ പൊക്കോളാവേ. അയ്യോ, ഹോ, എത്ര നേരമായി നായക്കുട്ടനെയും കാത്തിവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇനി അവൻ നമ്മളെ പറ്റിച്ചോ? ഏയ്, നായക്കുട്ടനൊരു പാവമാണ്. അവൻ ആരെയും പറ്റിക്കില്ല. പറ്റിച്ചാൽ അവനുമായുള്ള കൂട്ട് നമ്മൾ വെട്ടും. അയ്യോ, ഈ പാറക്കല്ല് അനങ്ങുന്നേ. പാറക്കല്ല് അനങ്ങിയെന്നോ? അനങ്ങാൻ പാറക്കല്ലിനെന്താ ജീവനുണ്ടോ? വെറുതെ മണ്ടത്തരം പറയല്ലേ. ചിലപ്പോ തോന്നിയതാവും. നിൽക്കുന്നിടത്ത് ഉറച്ചു നിന്നാൽ വീഴില്ല. എന്നാൽ ഞാൻ കയറി നിൽക്കാം. പാറക്കല്ല് അനങ്ങുന്നോന്ന് അറിയാലോ. ആ, കേറി നിൽക്ക്. അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും. ഹാഹാ, നല്ല സുഖം. തുള്ളി തുള്ളി ചാടും ഞാൻ. ഒന്നാം കല്ലിൽ കയറി നിൽക്കും ഞാൻ. അവിടെ തലയും കുത്തി ചാടും നീ. അയ്യോ അയ്യോ, ഈ പാറക്കല്ല് അനങ്ങുന്നേ. അത് അനങ്ങുന്നതല്ല, പാറക്കല്ല് നിന്നെയും കൊണ്ട് ഓടുന്നതാ. അയ്യോ അയ്യോ, രക്ഷിക്കണേ. ഈ പാറക്കല്ല് എന്നെയും കൊണ്ട് പോണേ. അയ്യോ, ഇതെന്താ ഭൂതക്കല്ലാണെന്ന് തോന്നുന്നു. ആരെങ്കിലും ഓടി വന്ന് രക്ഷിക്കണേ. ആരെങ്കിലും ഒന്ന് ഓടി വരണേ. അയ്യോ, ഓടി വരണേ. കൂട്ടുകാരെ, ഇതാ ഞാൻ എത്തി. നായക്കുട്ട, അതാ ആ ഭൂതക്കല്ല് നമ്മുടെ മഞ്ഞക്കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോകുന്നേ. ആമച്ചാരെ, നിൽക്കവിടെ. അയ്യോ അയ്യോ അയ്യോ. എന്താ ആമച്ചാരെ ഇത്? ഈ പാവം കോഴിക്കുഞ്ഞിനെ ഇങ്ങനെ പേടിപ്പിക്കണോ? നിനക്ക് എന്തു പറ്റി? നീ ആരോടാണ് ഈ സംസാരിക്കുന്നത്? ഈ ആമച്ചാരോട്. എന്നിട്ട് ആമച്ചാരെവിടെ? ഞാൻ ഇവിടെ ഉണ്ട് മക്കളെ. മഞ്ഞക്കുഞ്ഞെ പേടിക്കണ്ട കേട്ടോ. ഇത് പാറയൊന്നുമല്ല, ഞാനൊരു ആമയാണ്. ഹോ, ഞാൻ ശരിക്കും പേടിച്ചു പോയി. ആമച്ചാരെന്തിനാ ഇതിനകത്ത് കയറിയിരിക്കുന്നത്? പുറത്തേക്ക് വാ, ഞങ്ങളോടൊപ്പം കളിക്കാം. കൂട്ടുകാരെ, ഇതാണ് ആമച്ചാരുടെ വീട്. ഈ വീടിനകത്തുനിന്ന് കൈയും കാലും തലയും മാത്രമേ ആമച്ചാർക്ക് പുറത്തിടാൻ സാധിക്കൂ. അപ്പോൾ സ്വന്തം വീടും ചുമന്നുകൊണ്ടാണോ ആമച്ചാർ സഞ്ചരിക്കുന്നത്? അതെ 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 മക്കളെ, പ്രകൃതി ഞങ്ങൾ ആമകളെ ഇങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഹോ, കഷ്ടമായി പോയി. എന്ത് കഷ്ടം! ഈ വീടിരിക്കുന്നതുകൊണ്ട് ആമച്ചാർക്ക് എന്തെല്ലാം ഗുണങ്ങളാണ് ഉള്ളതെന്ന് അറിയാമോ?
ഈ കട്ടിത്തോടിനുള്ളിൽ ഇങ്ങനെ കയറിയിരിക്കാൻ ആമച്ചാർക്ക് മടിപ്പില്ലേ? ഏയ്, ഒരു മടിയുമില്ല. കഴിഞ്ഞ 100 കൊല്ലമായിട്ട് ഇതിനകത്ത് ഇങ്ങനെ സന്തോഷത്തോടെ കഴിയുകയാണ് ഞാൻ. 100 കൊല്ലമോ? ആമച്ചാര് തമാശ പറയുകയാണോ? ആമച്ചാര് പറഞ്ഞത് നേരാണ് കൂട്ടുകാരെ. ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ആയുസുള്ളത് ആമകൾക്കാണ്. 150 വയസ്സ് വരെ അവർ ജീവിക്കും. 150 വയസ്സ് വരെ? ഹോ, എന്തൊരു ഭാഗ്യം! എടാ മോനെ, എന്നെ മനസ്സിലായോ? ഇതാരാ? രംഗണ്ണനും. നോ, കുറുനരി മാഷ്. മനസ്സിലായി, കുറുനരി മാഷ്. മാഷിനെ പണ്ട് ഞങ്ങളുടെ അച്ഛൻ കൊത്തി കൊത്തി ഓടിച്ചതല്ലേ? അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ച ആ പഴയ കഥകളൊന്നും ഓർമ്മിപ്പിക്കല്ലേ മക്കളെ. അങ്ങനെയൊക്കെ സംഭവിച്ചതിൽ എനിക്കും വിഷമമുണ്ട്. നിങ്ങൾ നേരിൽ വന്ന് കണ്ട് മാപ്പ് പറയാൻ ഞാൻ എത്ര നാളായി ആഗ്രഹിക്കുന്നോ. കണ്ടിട്ടെന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. മാഷ് പഠിപ്പിച്ച സ്പെല്ലിങ്ങുകളൊക്കെ നിങ്ങൾ മറന്നോ മക്കളെ? അന്ന് മാഷ് പഠിപ്പിച്ചത് കൂടാതെ പുതിയതായി ഒരുപാട് ഞങ്ങൾ പഠിച്ചു. ആഹാ, കാര്യങ്ങൾ ഞാൻ ചിന്തിച്ചതുപോലെ തന്നെ വഴിക്ക് വരുന്നുണ്ട്. ആണോ? പുതിയ സ്പെല്ലിങ്ങുകൾ നിങ്ങൾ പഠിച്ചെന്നോ? ഓ, വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്ക് നിങ്ങളോട് സ്പെല്ലിംഗ് ചോദിക്കണം. ഓരോ മാസങ്ങളുടെയും സ്പെല്ലിംഗ്. ആർ യു റെഡി? January, January, February, February, March, March, April, April, January, February, March, April, May, June, July, August, September, October, November, December. January, February, March, April, May, June, July, August, September, October, November, December. haha, amazing. May, M-A-Y, wow, June, J-U-N-E, July, J-U-L-Y, August, A-U-G-U-S-T. January, February, March, April, May, June, July, August, September, October, November, December. January, February, March, April, May, June, July, August, September, October, November, December. September, S-E-P-T-E-M-B-E-R, October, O-C-T-O-B-E-R, November, N-O-E-M-B-E-R, December, D-E-C-E-M-B-E-R. January, February, March, April, May, June, July, August, September, October, November, December. January, February, March, April, May, June, July, August, September, October, November, December. super, come on baby, come on. എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെല്ലാം ചിക്കൻ കടകൾ മാത്രം. നാട്ടില് മുക്കിന് ചിക്കൻ കടകളായതോടെ നമ്മുടെ കാര്യം കഷ്ടത്തിലായി. പട്ടാപ്പകല് നാട്ടിലിറങ്ങിയിട്ടും
കോഴി പോയിട്ട് ഒരു കോഴിത്തൂവല് പോലും കാണാനില്ല. ഇതൊരു കോഴിത്തൂവലാണല്ലോ. അപ്പോ ഈ വീട്ടിൽ കോഴിയുണ്ടെന്ന് ഉറപ്പ്. അയ്യടാ. അയ്യോ, എന്റെ തല. ഇതെന്താണ്? അമ്മേ, എന്റെ ടെക്സ്റ്റ് ബുക്ക് കാണുന്നില്ല. കാണുന്നില്ലെന്നോ? നാളെ പരീക്ഷയുള്ളതല്ലേ, പുസ്തകം അവിടെ കാണും, നീ നോക്ക്. അമ്പട മിടുക്ക, നീ ആള് കൊള്ളാമല്ലോ. പുസ്തകം പുറത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് കാണാനില്ലെന്ന്. പഠിക്കാതിരിക്കാനുള്ള പിള്ളേരുടെ ഓരോ സൂത്രങ്ങളെ. അയ്യടാ, നല്ല നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ. വാ വാ മക്കളെ വാ. ഇവിടെ ഒരുപാട് കോഴികളുണ്ടെന്ന് തോന്നുന്നു. എന്റെ ഒരു ഭാഗ്യമേ. പയ്യെ തിന്നാൽ പനയും തിന്നാമെന്ന് പറഞ്ഞതുപോലെ ക്ഷമയോടെ കാത്തിരുന്നാൽ എല്ലാറ്റിനെയും ഒന്നൊന്നായി അകത്താക്കാം. ഭാഗ്യം വരുമ്പോ ഒന്നിച്ചിങ് വരും. ഒരു ചാക്ക് കോഴി. ഇതിലെ എല്ലാം തിന്നണ കാര്യം ഓർക്കുമ്പോ ഹായ്. അതെ, ഇവരെ നമ്മൾ എണ്ണാൻ പഠിപ്പിച്ചല്ലോ. ഇനി നമുക്ക് ABCD പഠിപ്പിച്ചാലോ? ABCDയോ? അതെന്തോന്നാ അമ്മേ? ഇംഗ്ലീഷ് അക്ഷരങ്ങൾ. ABCD പഠിപ്പിക്കണമെന്നുണ്ട്. പക്ഷേ എങ്ങനെ പഠിപ്പിക്കും? ആര് പഠിപ്പിക്കും? അതിന് ABCD അറിയാവുന്ന നല്ലൊരു മാഷിനെ കണ്ടെത്തണം. ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ഓ, എന്തൊരു നടക്കാത്ത ആഗ്രഹം. എന്തായാലും ഇവർക്കിപ്പോ വേണ്ടത് ABCD അറിയാവുന്ന ഒരു മാഷിനെയാണ്. എനിക്ക് വേണ്ടതോ ഇവരെ. തൽക്കാലം ഇരു കൂട്ടരുടെയും ആഗ്രഹം നടക്കാൻ ഒരേ ഒരു വഴി മാത്രം. ഡിങ് ഡിങ്. Wow! Success! ഒരുപാട് അന്വേഷിച്ചു. പക്ഷേ ABCD പഠിപ്പിക്കാൻ പറ്റിയ ഒരാളെ പോലും കിട്ടിയില്ല. Hello! How are you, Koi Papa and Koi Mummy? Hi! Hi, children! Are you happy? കാപ്പിയോ? അമ്മേ, കാപ്പി ചോദിക്കുന്നു. കാപ്പിയും ചായയും ഒന്നുമല്ല മക്കളെ. ഹാപ്പി, സന്തോഷം. ഇംഗ്ലീഷാണ്, ഇംഗ്ലീഷ്. ഇംഗ്ലീഷോ? നിങ്ങളാരാണ്? ഐ ആം സോറി, എന്നെ പരിചയപ്പെടുത്താൻ മറന്നു. ഞാൻ കുറുനരി മാഷ്. കാട്ടിൽ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് നടത്തുന്നു. ഏത് മണ്ടന്മാരെയും കുറഞ്ഞ ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ ഞാൻ പഠിപ്പിക്കും. കഴിഞ്ഞ ബാച്ചിൽ 2 കാട്ടുകോഴി കുടുംബങ്ങളും ഉണ്ടായിരുന്നു. ഒറ്റ ഇരിപ്പിൽ ആ കുടുംബത്തെ മുഴുവൻ ABCD പഠിപ്പിച്ചവനാ ഈ ഞാൻ. പിന്നെ കാട്ടിൽ വന്ന് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരെ വീട്ടിൽ ഞാൻ നേരിട്ട് ചെന്നും പഠിപ്പിക്കുന്നുണ്ട്. ആഹാ, കൊള്ളാമല്ലോ. ഈ മക്കളെ ഒന്ന് ABCD പഠിപ്പിക്കാമോ? ഓ, അതിനെന്താ, അതാണല്ലോ എന്റെ ജോലി. ഇവരുടെ കാര്യം ഞാൻ ഏറ്റു, ഒപ്പം നിങ്ങളുടെയും. ഞങ്ങളുടെയോ? അല്ല,
നിങ്ങൾക്കും വേണമെങ്കിൽ ABCD പഠിക്കാം. പഠനത്തിന് പ്രായം ഒരു തടസ്സമല്ലല്ലോ. അതെ അതെ. ഓ, ഞങ്ങൾ ഇനിയിപ്പോ പഠിച്ചിട്ട് എന്ത് ചെയ്യാനാ? നിങ്ങളൊന്നും ചെയ്യണ്ട, എല്ലാം ഞാൻ ചെയ്തോളാം. നിങ്ങളുടെ സ്വന്തക്കാരോ അയൽവാസികളോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വിളിച്ചോ. എല്ലാവർക്കും ഒന്നിച്ച് ഒറ്റയടിക്ക് അങ്ങ് ക്ലാസ് തരാം. അവരെയൊക്കെ നമുക്ക് പിന്നെ വിളിക്കാം. തൽക്കാലം മാഷ് ഈ മക്കളെ ഒന്ന് ABCD പഠിപ്പിക്കും. ഓക്കെ ഓക്കെ, മക്കളെ പഠിപ്പിക്കാം. മക്കളെ വാ, നമുക്ക് ABCD പഠിക്കണ്ടേ? A-N-D ant. And B-A-T bat. bat. C-A-T cat. Cat. D-O-G dog. Dog. E-L-E-P-H-A-N-D elephant. Elephant. F-A-N fan. Fan. G-U-M gum. Gum. H-E-N hen. Hen. I-C-E-Eyes. Eyes. J-O-K-E-R joker. Joker. K. K-I-T-E kite. Kite. L. L. L-A-M-B lamb. Lamb. M-A-N-G-O mango. Mango. N-O-S-E nose. Nose. O-R-A-N-G orange. Orange. P-A-R-R-O-T parrot. Parrot. Q-U-E-N cute. Q. R-A-I-N-B-O-W rainbow. Rainbow. A-B-C-D-E-F-G-H-I-J-K-L-M N-O-P-Q-R-S-T-U V-W-X-Y-Z. A-B-C-D-E-F-G-H-I-J-K-L-M N-O-P-Q-R-S-T-U V-W-X-Y-Z. Yes. Yes. S-H-E-E-P sheep. Sheep. T-I-G-E or tiger. Tiger. U-M-B-R-E-L-L-A umbrella. Umbrella. V-I-O-L-A-N violin. Violin. W-W-A-T-C-H watch. Watch. X-R-A-Y X-ray. X-ray. Y-A-K yak. Yak. Z-E-B-R-A zebra. Zebra. A-B-C-D-E-F-G-H-I-J-K-L-M N-O-P-Q-R-S-T-U V-W-X-Y-Z. A-B-C-D-E-F-G-H-I-J-K-L-M N-O-P-Q-R-S-T-U V-W-X-Y-Z. A-B-C-D-E-F-G-H-I-J-K-L-M N-O-P-Q-R-S-T-U V-W-X-Y-Z. A-B-C-D അയ്യോ അമ്മോ എന്നെ കുത്തി കൊല്ലല്ലേ എന്റെ അമ്മോന്റെ അപ്പോന്റെ അയ്യോ.